നമസ്കാരം. മതം രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവാർത്തയാണ്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് രാഷ്ട്രത്തിൻ്റെ ഭരണക്രമത്തിൽ ഇടപെടുന്നതിനും കൂടിയാണ്. അത്തരത്തിലൊന്ന് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനേഷൻ ക്യാമ്പയിൻ ഉണ്ട്. കഴിഞ്ഞ 19-ാം തീയതി തൊട്ട് മെയ് 19 മുതൽ 31 വരെ നടക്കുന്ന ഒരു വാക്സിനേഷൻ ക്യാമ്പയിനാണ്. വാക്സിനേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീസിൽസിനെതിരായി, മീസിൽസ് റുബെല്ല MR വാക്സിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 5-ാം പനി നമ്മൾ മലയാളത്തിൽ പറയുന്ന രോഗത്തിനെതിരായുള്ള വലിയ കുത്തിവെപ്പിൻ്റെ ക്യാമ്പയിൻ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ ആരോഗ്യവകുപ്പ് വലിയ ഊർജിതമായ പരിശ്രമമാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട മാരകമായ രോഗങ്ങൾക്കെതിരെയൊക്കെയുള്ള കുത്തിവെപ്പുകൾക്ക്, പോളിയോ വാക്സിൻ ഉൾപ്പെടെയുള്ള കുത്തിവെപ്പുകൾ വളരെ വിജയകരമായി ലോകോത്തരമായ ഒരു മാതൃകയായി നടത്തിയവരാണ് മലയാളികൾ. ഇപ്പോൾ അതിന് പലപ്പോഴും നിർഭാഗ്യവശാൽ ചിലപ്പോഴെങ്കിലും ചില മതയാഥാസ്ഥിക വിഭാഗങ്ങൾ ഈ കുത്തിവെപ്പ് വേണ്ട എന്ന് ശഠിക്കുന്നവരുണ്ട്, സ്വകാര്യമായി അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സ്വകാര്യങ്ങളൊക്കെ നമ്മുടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട്. അത് കുത്തിവെപ്പ് വലിയ അപകടമാണ്, അതുകൊണ്ട് കുത്തിവെപ്പ് വേണ്ട, ദൈവം തരുന്നതല്ലേ രോഗങ്ങൾ, അത് മുൻകൂട്ടി തടയാൻ നമ്മളാര് തുടങ്ങിയ പ്രചാരവേലകളൊക്കെ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രചാരവേലകളെ ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും അത് നടക്കുന്നുണ്ട്. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അത്. മുസ്ലിം സമുദായത്തിലും അത്തരക്കാരുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും അത്തരക്കാരുണ്ട്. അത്തരം അന്ധവിശ്വാസങ്ങളുള്ള ഗ്രൂപ്പുകളുണ്ട്. അവർക്കെതിരായുള്ള പ്രചാരണത്തിന് നമ്മുടെ കണ്ണൂരിലെ ആരോഗ്യവകുപ്പ്, കണ്ണൂരിലെ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഒരു പ്രത്യേക മാർഗം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ചില മുസ്ലിം വിഭാഗങ്ങളിൽ വളരെ അപൂർവമായിട്ടെങ്കിലും ന്യൂനപക്ഷം ചിലരെങ്കിലും കുത്തിവെപ്പ് വേണ്ട എന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരോട് ശാസ്ത്രം പഠിപ്പിക്കുകയല്ല, അവരോട് ആരോഗ്യം പറഞ്ഞു പഠിപ്പിക്കുകയല്ല, അവരെ ഡോക്ടർമാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഒരു എളുപ്പ വഴി, അങ്ങനെയുണ്ട്, ഒരു കുറുക്കു വഴി സ്വീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കണ്ണൂരിലെ ആരോഗ്യവകുപ്പ് ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. ആ വീഡിയോ യൂട്യൂബിൽ വന്നിരിക്കുന്നു. അത് ഇപ്പോൾ വലിയ തോതിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു വൈറലാവുന്നു എന്ന് പറഞ്ഞാൽ വിവാദമാവുകയാണ് ഉണ്ടായത് പല കാരണങ്ങളാൽ. ആ യൂട്യൂബിലെ വീഡിയോ ചെയ്തിരിക്കുന്നത് ആരോഗ്യവകുപ്പിലെ തന്നെ കണ്ണൂരിലെ DMO ഓഫീസിലെ, ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് CP സലീം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു മതപണ്ഡിതനെ ഉദ്ധരിക്കുകയാണ്. മതപണ്ഡിതനെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്, അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വചനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ പണ്ഡിതൻ്റെ പേര് തീർച്ചയായിട്ടും ഷെയ്ഖ് ഇബ്നു ബാസ് എന്നാണ്. സൗദി അറേബ്യക്കാരനാണ്. 1999 അദ്ദേഹം മരിച്ചു പോയത്. ഷെയ്ഖ് ഇബ്നു ബാസ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള അൽ ബാസ് എന്നാണ്. ഷെയ്ഖ് ഇബിൻ ബാസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സൗദി അറേബ്യയിലെ വിഖ്യാതനായ പണ്ഡിതനാണ്. തീർച്ചയായിട്ടും സൗദി അറേബ്യയിലെ വിഖ്യാതനായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വിഖ്യാതനായ സലഫി പണ്ഡിതനാണ്, മുജാഹിദ് വിഭാഗത്തിൻ്റെ പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിലെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സലഫി പണ്ഡിതനാണ്. അവിടുത്തെ ജഡ്ജി ആയിരുന്നയാളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ മുസ്ലിം വേൾഡ് ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ്. അതുപോലെ തന്നെ മദീന യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ്. മഹാപണ്ഡിതനാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, പ്രവാചകൻ്റെ ഒരു വചനമുണ്ടല്ലോ, പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ വചനത്തിന് ഹദീസ് എന്നാണ് പറയുന്നത്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിച്ചാൽ അത് അതിവേഗത്തിൽ സ്വീകാര്യമാകുമല്ലോ എന്നതുകൊണ്ടാണ് CP സലീം എന്നൊരു പണ്ഡിതൻ. ഈ CP സലീം എന്ന പണ്ഡിതൻ്റെ പ്രത്യേകത, അദ്ദേഹം ജോലിയെടുക്കുന്ന ആരോഗ്യവകുപ്പിലാണ്. ആരോഗ്യവകുപ്പും ആരോഗ്യശാസ്ത്രവും ഒക്കെ പ്രചരിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അവിടുന്നാണ് കഞ്ഞി, അവിടുന്നാണ് അന്നം. പക്ഷേ അദ്ദേഹം അതേ സമയത്ത് തന്നെ മുജാഹിദ് മുജാഹിദുകളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 3 വിഭാഗമുണ്ട്. KNM വിഭാഗമുണ്ട്, മർക്കസുദ്ദാവ വിഭാഗമുണ്ട്, മൂന്നാമത്തെ വിഭാഗമാണ് വിസ്ഡം ഗ്രൂപ്പ്, അല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേര്. ആ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളൊക്കെ തന്നെ ഒരു ഇസ്ലാമിക പ്രചാരകൻ്റേതാണ്. അപ്പോൾ പണി അതേ സമയത്ത് അദ്ദേഹം ഒരു അവസരം കിട്ടിയപ്പോൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മുജാഹിദിലെ വിസ്ഡം ഗ്രൂപ്പിൻ്റെ പ്രചാരകനാണ്. വിസ്ഡം ഗ്രൂപ്പിന് സ്വീകാര്യനായ ഒരു സലഫി പണ്ഡിതനെ ഈ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്സിനേഷൻ്റെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ലോകപ്രസിദ്ധനായ ഒരു സലഫി പണ്ഡിതനെ, ഷെയ്ഖ് ഇബിൻ ബാസിനെ പരിചയപ്പെടുത്തുന്നു.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ പരിചയപ്പെടുത്തുന്നു, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതുവഴി രണ്ട് കാര്യം ഒരുമിച്ച് നടക്കണം. ഇബിൻ ബാസിനെ പരിചയപ്പെടുത്തുകയും ചെയ്യാം, അതേ സമയത്ത് ഈ ഈ ഈ വാക്സിനേഷനെ പ്രചരിപ്പിക്കുകയും വാക്സിനേഷനിലേക്ക് ആളുകളെ ആകർഷിക്കുകയും ചെയ്യാമെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രം. അത് വലിയ വിജയമായിരുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അദ്ദേഹം പറയുന്നത്. വലിയ വിജയമാണ്, ആളുകളിലേക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി എന്നാണ്. അതേ സമയത്ത് ഇതിനുണ്ടാകുന്ന ഈ പ്രചാരവേല കൊണ്ട് വല്ല ഫലവും ഉണ്ടായെങ്കിൽ, അതുകൊണ്ട് ആരെങ്കിലും 4 പേരെങ്കിലും വാക്സിനേഷൻ എടുക്കാൻ മടിച്ചവർ സ്വീകരിച്ചെങ്കിൽ നല്ലത്. അതിൻ്റെ നല്ല ഉദ്ദേശത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇത്തരം ഉപകരണങ്ങൾ, ഇത്തരം ടൂളുകൾ, ഇത്തരം മതപണ്ഡിതന്മാരെ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രചാരകന്മാരായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ അപകടം ഞാൻ പറഞ്ഞതാണ്. മതം ഭരണകൂടത്തിൽ ഇടപെടുകയാണ്. മതത്തെ നമ്മൾ രാഷ്ട്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, മതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചാലുള്ള അപകടങ്ങൾ പലതുമുണ്ട്. മതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന്, ഇപ്പോൾ ഇബ്നു ബാസിൻ്റെ ഒരു സന്ദേശം അദ്ദേഹം പറയുന്നത് എന്താണ്? അന്ന് വാക്സിനേഷൻ ഇല്ലല്ലോ, പ്രവാചകന്റെ കാലത്ത് വാക്സിനേഷൻ ഇല്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വചനമാണ്. പക്ഷെ പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് സമാനമായ സന്ദർഭങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. പ്രവാചകന്റെ വചനമുണ്ട്, നിങ്ങൾ ഓരോ ദിവസവും 7 ഈത്തപ്പഴം കഴിക്കുക, അജുവ ഈത്തപ്പഴം 7 ഈത്തപ്പഴം കഴിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിഷമേൽക്കുകയില്ല, പോയിസൺ ഏൽക്കുകയില്ല, ഒരു തരത്തിലുള്ള വിഷവും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. കാരണം അത്രയും പ്രതിരോധ ശേഷി എല്ലാ ദിവസവും 7 കാരക്ക കഴിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. അതിനർത്ഥം എന്താണ്? പ്രവാചകൻ പറഞ്ഞത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലിൽ നടപടി എടുക്കാമല്ലോ, അത് തന്നെയല്ലേ കുത്തിവെപ്പും, അതുകൊണ്ട് കുത്തിവെക്കാമെന്ന് ഇബ്നു ബാസ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. നല്ല കാര്യമാണ്, നല്ല ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതുകൊണ്ടുള്ള അപകടം, ഒന്ന്, മതം വന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നു, ഒന്ന്. രണ്ടാമത്, ഇബ്ൻ ബാസ് എന്ന പണ്ഡിതനെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം, ഇബ്ൻ ബാസ് വിഖ്യാതനായ സലഫി പണ്ഡിതനാണ്. സലഫി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ അത് ബാധിക്കുകയില്ല. കാരണം മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സുന്നികളാണ്. അവർ മുജാഹിദുകളല്ലാന്ന് മാത്രമല്ല, മുജാഹിദുകൾ എന്ത് പറഞ്ഞാലും അതിനെതിരുമാണ്. അതുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു മുജാഹിദ് പണ്ഡിതനെ പ്രചാരണത്തിന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗുണമാണോ ദോഷമാണോ? പലപ്പോഴും അങ്ങനെ ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല എന്ന ഒരു പ്രതികൂലമായ റിസൾട്ടും ഉണ്ടായിക്കൂടെ? മൂന്നാമത്, ഇദ്ദേഹം ഇത് പ്രചരിപ്പിക്കുന്നയാൾ മുജാഹിദുകൾക്ക് തന്നെ സ്വീകാര്യനാവണമെന്നില്ല. കാരണം മുജാഹിദിലെ ഏറ്റവും ചെറുതും ഏറ്റവും തീവ്രവുമായ ഒരു ഗ്രൂപ്പ് എന്നാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്. വിസ്ഡം ഗ്രൂപ്പ്, ജിന്ന് ഗ്രൂപ്പ് എന്നൊക്കെ അവർക്ക് പേരുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി വന്നുകൊണ്ട് ഒരാൾ ആരോഗ്യ വകുപ്പിന് വേണ്ടി ഔദ്യോഗികമായി ഒരു വീഡിയോ ചെയ്യുമ്പോൾ, അത് യൂട്യൂബിൽ പ്രചരിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു മതേതര രാജ്യത്ത് അതുണ്ടാക്കുന്ന റിസൾട്ട് എന്താണ്? മുജാഹിദുകൾക്ക് തന്നെ പൂർണ്ണമായി സ്വീകാര്യനല്ലാത്ത, മുജാഹിദുകൾക്കിടയിൽ തന്നെ പരസ്പരം കണ്ടുകൂടാത്ത ആ ഗ്രൂപ്പുകൾ ഇത്തരം പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണ്? ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനേക്കാളേറെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഇസ്ലാമിക വിഭാഗത്തിനോ മുസ്ലിം മതവിശ്വാസികൾക്കോ വാക്സിനേഷൻ പാടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടിയിരുന്ന അടിസ്ഥാന പാഠം എന്താണ്? അടിസ്ഥാന പാഠം, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏത് മുസൽമാനും ആദ്യം ചെവി കൊടുക്കേണ്ടത് ആർക്കാണ്? ശാസ്ത്രത്തിൻ്റെ പുതിയ വിജ്ഞാനത്തിനാണ്, ശാസ്ത്രജ്ഞന്മാർക്കാണ്, ഉലമാക്കന്മാർക്കാണ്. ഉലമ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉലമ എന്ന അറബി വാക്കിൻ്റെ ഏറ്റവും ശരിയായ അർത്ഥം സയൻറ്റിസ്റ്റ് എന്നാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സഭ കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ സാങ്കേതികമായ മതപണ്ഡിതന്മാരുടെ സഭ എന്ന അർത്ഥത്തിലല്ല. ഉലമ എന്ന വാക്കിന്, പണ്ഡിതൻ എന്ന വാക്കിന് സയൻറ്റിസ്റ്റ് എന്ന് കൂടിയാണ് അർത്ഥം. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക്, ഏറ്റവും പുതിയ പാഠങ്ങൾക്ക്, ഏറ്റവും പുതിയ ആരോഗ്യ പാഠങ്ങൾക്ക് കാതുകൊടുക്കുകയല്ലേ വേണ്ടത്? അതല്ലേ ഇതിൻ്റെ ഒരു ശരിയായ ഉത്തരം? അതാണല്ലോ അതിന് പരിഹാരം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളും, എല്ലാ മുസ്ലിം വിഭാഗങ്ങളും, എല്ലാ പണ്ഡിതന്മാരും എല്ലാ മുസ്ലിങ്ങളെയും പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ മതപരമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മതപണ്ഡിതന്മാർക്ക് ചെവി കൊടുക്കുക. അതേസമയത്ത് നിങ്ങളുടെ നിത്യജീവിത കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ആരോഗ്യശാസ്ത്രത്തിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കാതുകൊടുക്കുക എന്നല്ലേ പറയേണ്ടത്? അത് പറയേണ്ടതിന് പകരം പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പണ്ഡിതൻ്റെ വാക്കുകളാകുമ്പോഴോ. മാത്രമല്ല, ആ പണ്ഡിതൻ വളരെയേറെ വിവാദ പുരുഷനുമാണ്. ഈ പണ്ഡിതൻ അറേബ്യയിൽ ഒരുപാട് വിവാദങ്ങൾ നേരിട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്. അദ്ദേഹം അറേബ്യയിൽ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ജഡ്ജാണ്, ഗ്രാൻഡ് മുഫ്തിയാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങൾ വളരെ വലുതാണ്. സോവിയറ്റ് യൂണിയനെതിരായിട്ട്
സോവിയറ്റ് യൂണിയനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അഫ്ഗാൻ മുജാഹിദുകൾക്ക് ഉദാരമായി സഹായിക്കണമെന്ന് ലോകത്തിലെ സകലമാന സമ്പന്നന്മാരായ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടതാണ് ഇദ്ദേഹം. അന്ന് സോവിയറ്റ് യൂണിയനെതിരായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് അതാണ്, അങ്ങനെ വ്യക്തമായി രാഷ്ട്രീയ ചായ്വുള്ള ഒരാളാണ്, രാഷ്ട്രീയ നിലപാടെടുത്ത ഒരാളാണ്. രണ്ട്, അമേരിക്കക്ക് സൗദി അറേബ്യ വിധേയപ്പെടുന്നതിന് അറേബ്യക്കാർ തന്നെ എതിരായിരുന്നപ്പോൾ പരസ്യമായി അമേരിക്കയെ പിന്തുണക്കുകയും അമേരിക്കക്ക് അറേബ്യയിൽ താവളം തുടങ്ങാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത അതിനനുകൂലമായ വിധി പ്രഖ്യാപിച്ച ആളാണ്. എല്ലാ അർത്ഥത്തിലും വിവാദപുരുഷനാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ശാസ്ത്രത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ സമീപനം എന്താണ്? ഇപ്പം ഇദ്ദേഹം കാരക്ക കഴിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞൊരു ഹദീസിനെ മുൻനിർത്തിയിട്ട് വാക്സിനേഷൻ ആവാമെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്നു ബാസിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന സൗരയൂഥ സിദ്ധാന്തം തെറ്റാണ്, മറിച്ച് ഭൂമിയാണ് കേന്ദ്രം, ഭൂമിക്ക് ചുറ്റും സൂര്യനാണ് കറങ്ങുന്നത്. അങ്ങനെ ശാസ്ത്രം ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും പുതിയ സകല വെളിച്ചത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പല വെളിച്ചങ്ങളെയും നിഷേധിച്ച ഒരാളാണ്. വീണ്ടും പഴയ ഇരുട്ടിലേക്ക് നമ്മുടെ ശാസ്ത്രീയ ബോധത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരു പണ്ഡിതനെ മുൻനിർത്തിയിട്ട് ഏറ്റവും പുതിയ കാലത്ത് ആരോഗ്യശാസ്ത്രം പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്, അതും നമ്മുടെ ഔദ്യോഗികമായി നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നത് അസംബന്ധമല്ലേ? തീർച്ചയായിട്ടും അത് പരിശോധിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. എന്ത് സതുദ്ദേശത്തിൻ്റെ പേരിലായാലും ഈ ചെയ്തത് ദൂരവ്യാപകമായി വലിയ ദോഷഫലങ്ങളാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് തിരിച്ചറിയാൻ നമ്മുടെ സർക്കാരിന് സാധിക്കേണ്ടതുണ്ട്, ആരോഗ്യവകുപ്പിന് സാധിക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ശ്രദ്ധിക്കട്ടെ, പഠിക്കട്ടെ, നടപടിയെടുക്കട്ടെ. നന്ദി, നമസ്കാരം.